വേഗം വരുന്നവനായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ദൈനംദിന അപ്പം എന്ന അനുദിന വചനചിന്തയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് എല്ലാത്തരം ഭക്ഷണവും എന്ന വിഷയത്തെ ആസ്പദമാക്കി ചില കാര്യങ്ങളെ നമുക്ക് ചിന്തിക്കാം. അതിനാധാരമായ ഒരു വാക്യം വായിക്കാം. ഉൽപ്പത്തി പുസ്തകം 9-ാം അധ്യായം 3-ാം വാക്യം. ഭൂചര ജന്തുക്കളൊക്കെയും നിങ്ങൾക്ക് ആഹാരമായിരിക്കട്ടെ, പച്ച സസ്യം പോലെ ഞാൻ സകലവും നിങ്ങൾക്ക് തന്നിരിക്കുന്നു. ദൈവം ആദാമിനെയും ഹവ്വയെയും സൃഷ്ടിച്ചപ്പോൾ അവൻ അവർക്ക് സസ്യാധിഷ്ഠിത ഭക്ഷണം മാത്രമേ നൽകിയിട്ടുള്ളൂ. ഇത് ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം 29-ാം വാക്യത്തിൽ കാണപ്പെടുന്നു. എന്നാൽ നോഹയുടെ കാലത്തിനു ശേഷം ദൈവം മനുഷ്യർക്ക് സസ്യാഹാരവും മാംസാഹാരവും നൽകാൻ തീരുമാനിച്ചു. അവൻ പറഞ്ഞു, ജീവിക്കുന്ന സകല ജീവികളും നിങ്ങൾക്ക് ഭക്ഷണമാകട്ടെ, കൂടാതെ കടലിലെ മത്സ്യവും അവർക്ക് നൽകി എന്ന് ഉൽപ്പത്തി പുസ്തകം 9-ാം അധ്യായം 2-3 വാക്യങ്ങളിൽ കാണാൻ സാധിക്കുന്നു. മനുഷ്യനെ പോഷിപ്പിക്കുന്നതും തൃപ്തിപ്പെടുത്തുന്നതുമായ കാര്യങ്ങൾ കഴിക്കാൻ ദൈവം കൃപയോടെ കരുതി. ഒരു ഘട്ടത്തിൽ ഇസ്രായേൽ മക്കൾ മോശയ്ക്കും അഹരോനും വിരോധമായി പിറുപിറുത്തു. ഈ മരുഭൂമിയിൽ ഞങ്ങൾക്ക് ആരാണ് മാംസം തരിക? ഞങ്ങൾക്ക് മാംസം വേണം. എല്ലാ ദിവസവും ഈ മന്ന കഴിച്ച് ഞങ്ങൾ മടുത്തു. അപ്പോൾ കർത്താവ് ഒരു കാറ്റു വീശാനിടയാക്കി പാളയത്തിലേക്ക് ധാരാളം കാടകളെ കൊണ്ടുവന്നു. ആളുകൾ തിന്നു തൃപ്തരായി. ദൈവം ഏലിയാവിനെ 3 അമാനുഷിക രീതികളിൽ പോഷിപ്പിച്ചു. ഒന്നാമതായി കാക്കകൾ വഴി. കാക്കകൾ അവന് രാവിലെ അപ്പവും ഇറച്ചിയും വൈകുന്നേരം അപ്പവും ഇറച്ചിയും കൊണ്ടുവന്നു എന്ന് 1 രാജാക്കന്മാർ 17-ാം അധ്യായം 6-ാം വാക്യത്തിൽ കാണപ്പെടുന്നു. രണ്ടാമതായി സാരാഫാത്തിലെ വിധവ വഴി. അവളുടെ കലത്തിലെ മാവും എണ്ണയും ക്ഷാമകാലം മുഴുവൻ വറ്റിപ്പോയില്ലെന്ന് 1 രാജാക്കന്മാർ 17-ാം അധ്യായം 13-14 വാക്യങ്ങളിൽ കാണാൻ സാധിക്കുന്നു. മൂന്നാമതായി ഒരു ദൂതൻ വഴി. അവന് കൽക്കരിയിൽ ചുട്ട അടയും ഒരു ഭരണി വെള്ളവും കൊണ്ടുവന്നത് 1 രാജാക്കന്മാർ 19-ാം അധ്യായം 6-ാം വാക്യത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. കർത്താവ് നിങ്ങളെ അത്ഭുതകരമായി പിന്തുണയ്ക്കും. യേശു പറഞ്ഞു, ഞങ്ങൾ എന്ത് കഴിക്കും, അല്ലെങ്കിൽ എന്ത് കുടിക്കും, അല്ലെങ്കിൽ എന്ത് ധരിക്കും എന്ന് വിഷമിക്കേണ്ട. നിങ്ങൾക്ക് ഇതെല്ലാം ആവശ്യമാണെന്ന് നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവിനറിയാം. മത്തായി സുവിശേഷം 6-ാം അധ്യായം 31-32 വാക്യങ്ങളിൽ ഇവകൾ കാണാൻ സാധിക്കുന്നു. തന്റെ ഭൗമിക ശുശ്രൂഷയിൽ കർത്താവായ യേശു 5 അപ്പവും 2 മീനും കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ചു. 7 അപ്പവും കുറച്ച് ചെറുമീനും കൊണ്ട് 4000 പേരെ പോഷിപ്പിച്ചു. മത്സ്യം ഉൾപ്പെടുന്ന ഈ ഭക്ഷണം കൊണ്ട് ഈ ജനക്കൂട്ടം തൃപ്തരായി. തന്റെ പുനരുദ്ധാനത്തിനു ശേഷവും തിബരിയാസ് കടൽക്കരയിൽ വെച്ച് യേശു സ്നേഹപൂർവ്വം ശിഷ്യന്മാർക്ക് ഭക്ഷണം ഒരുക്കി. വീണ്ടും അത് മത്സ്യമടങ്ങിയ ഒരു ഭക്ഷണമായിരുന്നു. തിരുവെഴുത്ത് രേഖപ്പെടുത്തുന്നു, അവൻ കരയ്ക്ക് കയറിയ ഉടനെ അവിടെ തീക്കനൽ കത്തുന്നതും അതിൽ മത്സ്യം വെച്ചിരിക്കുന്നതും അപ്പവും അവർ കണ്ടു. ഇത് യോഹന്നാൻ 21-ാം അധ്യായം 9-ാം വാക്യത്തിൽ കാണപ്പെടുന്നു. ദൈവമക്കളെ, ഈ പുതുവർഷത്തിൽ കർത്താവ് തന്നെ നിങ്ങളെ പോറ്റുകയും നിങ്ങളെ പുലർത്തുകയും തന്റെ നന്മയിൽ നിങ്ങളെ നയിക്കുകയും ചെയ്യട്ടെ. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. കൂടുതൽ ധ്യാനത്തിനുള്ള വാക്യം യോഹന്നാൻ 6-ാം അധ്യായം 51-ാം വാക്യം. സ്വർഗത്തിൽ നിന്നിറങ്ങിയ ജീവനുള്ള അപ്പം ഞാനാകുന്നു. ഈ അപ്പം ആരെങ്കിലും തിന്നാൽ അവൻ എന്നേക്കും ജീവിക്കും. ഞാൻ കൊടുക്കുന്ന അപ്പമോ ലോകത്തിന്റെ ജീവന് വേണ്ടി ഞാൻ കൊടുക്കുന്ന എന്റെ മാംസമാകുന്നു. ഇന്നത്തെ ബൈബിൾ വായന രാവിലെ ഉൽപ്പത്തി പുസ്തകം 23-24 അധ്യായങ്ങൾ, വൈകുന്നേരം മത്തായി സുവിശേഷം 7-ാം അധ്യായം. ആമേൻ.